ഹായ് ഫ്രണ്ട്സ്, ഞാൻ അഭിനവോദയ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഔട്ട്ലൈൻസ് വരയ്ക്കാം എന്നതിനെ കുറിച്ചാണ്. അതിനു മുമ്പായിട്ട് നിങ്ങളോടൊരു ചോദ്യം. നിങ്ങൾക്ക് സ്പെറിക്കൽ ഷേപ്പ്, സ്ക്വയർ ഷേപ്പ്, സർക്കിൾ ഇതുപോലുള്ള ജോമെട്രിക്കൽ ഷേപ്സ് വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയാവും. എങ്കിൽ നിങ്ങൾക്കും സിമ്പിളായിട്ട് ഫ്രീ ഹാൻഡായിട്ട് ഔട്ട്ലൈൻസ് വരയ്ക്കാം. എങ്ങനെയാണെന്നല്ലേ, നമ്മൾ ഏതൊരു ഒബ്ജക്റ്റ് ശ്രദ്ധിച്ച് നോക്കിയാലും ആ ഒബ്ജക്റ്റുകൾക്ക് എല്ലാം ഏതെങ്കിലും തരത്തിലുള്ള ഈ ജോമെട്രിക്കൽ ഷേപ്സുമായിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധം കാണും. ആ ബന്ധം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഔട്ട്ലൈൻസ് വരയ്ക്കാൻ പറ്റും. ഇവിടെ തിയറിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം തിയറി പഠിച്ചിട്ട് ഡ്രോയിങ് പഠിക്കും എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഞാനും തിയറി പഠിച്ചൊന്നും വന്ന ഒരാളല്ല. നമ്മൾ ഓട്ടോമാറ്റിക്കലി ഓരോ പടങ്ങൾ വരച്ചു വരുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ ആ തിയറികൾ മനസ്സിലാക്കി തുടങ്ങും. അതുകൊണ്ട് തന്നെ ഞാൻ തിയറിക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. പകരം പ്രാക്ടിക്കലിന് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഡ്രോയിങ്ങിൽ കുറച്ച് ബേസിക് ഷേപ്സുകളുണ്ട്. നമ്മളുടെ സർക്കിൾ ഷേപ്പ്, സ്ക്വയർ ഷേപ്പ്, സ്പെറിക്കൽ ഷേപ്പ്, ഇതുപോലുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള ഷേപ്സുകളുണ്ട്. ഈ ഷേപ്സുകൾ വെച്ചിട്ടാണ് നമ്മൾ ഓരോ ഒബ്ജക്റ്റുകളും വരച്ചെടുക്കുന്നത്. ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായാൽ, അല്ലെങ്കിൽ നിങ്ങളത് പ്രാക്ടീസ് ചെയ്തെടുത്താൽ, നിങ്ങൾക്ക് ഏത് പടവും വളരെ അനായാസം തന്നെ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ മോഹൻലാലിനെ വരയ്ക്കാം, മമ്മൂട്ടി വരയ്ക്കാം, എന്തിനും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വരയ്ക്കാൻ പറ്റും. പക്ഷേ ഇത് നമ്മൾ നിരന്തരം പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇത് നല്ല രീതിയിൽ വരച്ചെടുക്കാൻ പറ്റും. പിന്നെ തുടക്കത്തിലെ നിങ്ങൾ യാതൊരു കാരണവശാലും ഈ പോർട്രേറ്റ് ഡ്രോയിങ്ങുകൾ ചെയ്യാൻ നിൽക്കരുത്. പോർട്രേറ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആൾക്കാരെ വരയ്ക്കുന്നത്. ഇപ്പോൾ മോഹൻലാലിനെ, മമ്മൂട്ടിയെ ഇങ്ങനെയുള്ള പടങ്ങൾ വരയ്ക്കാൻ നിൽക്കരുത്. വേറൊന്നും കൊണ്ടല്ല, ആ സമയത്ത് നമ്മൾ തുടക്കത്തിലെ ഇത്തരത്തിലുള്ള പടങ്ങൾ വരച്ചു കഴിഞ്ഞാൽ നമുക്കത് ശരിയായില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് നമ്മളുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടും. അപ്പം നമ്മൾ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. അതിനായിട്ട് നമ്മൾ ആദ്യം ചെറിയ ചെറിയ പടങ്ങൾ വരയ്ക്കുക. ആദ്യം ചെറിയ കിളികളെ വരയ്ക്കുക, പിന്നെ മൃഗങ്ങളെ വരയ്ക്കുക. അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മെത്തേഡ് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് പിന്നെ പോർട്രേറ്റ് ഡ്രോയിങ്ങിലോട്ട് കടക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾക്ക് വളരെ അനായാസം തന്നെ ഡ്രോയിങ്സ് ഫ്രീ ഹാൻഡായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു മെത്തേഡ് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെമ്മറി ഡ്രോയിങ് ചെയ്യാൻ സാധിക്കും. മെമ്മറി ഡ്രോയിങ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പോൾ നമ്മളൊരു കോമ്പറ്റീഷന് പോവുകയാണെങ്കിൽ നമുക്കവിടെ റെഫറൻസ് പിക്ചറോ കാര്യങ്ങളോ ഒന്നും തന്നെ തരില്ല. പകരം അവിടെ സബ്ജക്റ്റുകളായിരിക്കും തരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫെസ്റ്റിവൽ, അല്ലെങ്കിൽ മാർക്കറ്റ്, അതല്ലെങ്കിൽ ഗാർഡൻ, ഇങ്ങനെയുള്ള ഏതെങ്കിലും സബ്ജക്റ്റുകളായിരിക്കും നിങ്ങൾക്ക് തരിക. അപ്പോൾ ആ സബ്ജക്റ്റ് വെച്ചിട്ട് നിങ്ങൾ വരയ്ക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം നമ്മളെല്ലാം കണ്ട് വരയ്ക്കുന്നവരാ. അതുകൊണ്ട് തന്നെ നമുക്ക് മെമ്മറിയിൽ നിന്ന് വരയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഫ്രീ ഹാൻഡായിട്ട് നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും, മെമ്മറി ഡ്രോയിങ്സ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് അനേബിൾ ചെയ്ത് വെച്ചിരിക്കുക. കാരണം ഇതൊരു ചലഞ്ചിങ് വീഡിയോസ് ആണ്. 30 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഫ്രീ ഹാൻഡായിട്ട് ഔട്ട്ലൈൻസ് വരയ്ക്കാൻ ഞാൻ പഠിപ്പിക്കും. അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾക്ക് ഞാൻ ഓരോ പിക്ചേഴ്സും തരും, ഓരോ വീഡിയോസും ഞാൻ പോസ്റ്റ് ചെയ്യും. ആ വീഡിയോസ് കണ്ടിട്ട് ആ പിക്ചർ ഒന്ന് വരച്ച് പ്രാക്ടീസ് ചെയ്യുക. ഇതാണ് നിങ്ങളുടെ ചലഞ്ച്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ വില കൂടിയ പേപ്പേഴ്സോ കളേഴ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ വാങ്ങണമെന്നില്ല. നമുക്ക് കടയിൽ കിട്ടുന്ന നമ്മളെ സാധാരണ വൈറ്റ് പേപ്പറോ അല്ലെങ്കിൽ ബോണ്ട് പേപ്പറോ, അതുമല്ല എന്നുണ്ടെങ്കിൽ ഡ്രോയിങ് ബുക്കോ മതി. പിന്നെ നമ്മളുടെ സാധാ ഒരു അപ്സര പെൻസിൽ, ഒരു ഇറേസർ, ഒരു ഷാർപ്നർ, ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഡ്രോയിങ് പഠിക്കാം. അല്ലാതെ തുടക്കത്തിലെ നമ്മൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ച് ഒരു കാരണവശാലും നമ്മൾ കാശ് കളയരുത്. നമ്മളുടെ സ്കില്ല് ഇമ്പ്രൂവ് ആവുന്ന അനുസരിച്ച് മാത്രം മതി നമ്മൾ ഓരോ മെറ്റീരിയൽസും കളക്ട് ചെയ്യാൻ. ഓക്കെ, ഇപ്പോൾ നാളെ മുതൽ നമ്മളുടെ ഈ ഒരു ചലഞ്ചിങ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് അനേബിൾ ചെയ്ത് വെച്ചോ. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം നോട്ടിഫിക്കേഷൻ മിസ്സായി പോകും. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്.